ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ അൽ ഖസ്ബയിൽ എത്തിയിരിക്കുന്നു. അൽ ഖസ്ബ എന്ന് വെച്ചാൽ UAE ഉള്ള പ്രവാസികൾ, പൊതുവെ ഷാർജക്കാർ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. കാണാത്തവർക്കായി ആണ് ഞാൻ ഈ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. അൽ ഖസ്ബ എന്ന് വെച്ചാൽ ഒരു കനാലും അതിൻ്റെ രണ്ട് വശത്ത് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളും ഷോപ്പിംഗ് സെൻറ്ററുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലെ കാഴ്ചയാണ് ഏറ്റവും മനോഹരം. ലൈറ്റും അതുപോലെ തന്നെ ഈ മ്യൂസിക് ഈവൻസും ആർട്സുമൊക്കെയായി അതിമനോഹരമായ ഒരു കാഴ്ചകളായിരിക്കും ഈവനിങ് ഒരു 5-6 മണിക്ക് ശേഷം നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളിവ എത്തിച്ചേർന്നത് ഇവിടെ ഒരു രാവിലെ ഏകദേശം ഒരു 9:30-10 മണിയോടുകൂടിയാണ്. നിങ്ങൾ കാണാം ഇവിടെ പ്രത്യേക രീതിയിൽ കളറൊക്കെ ചെയ്ത സ്റ്റെപ്പുകൾ. ആ സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ എത്തുന്നത് കനാലിൻ്റെ മുകളിലുള്ള ഒരു ബ്രിഡ്ജിലേക്കാണ്. ഈ മുകളിലുള്ള ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡും, കനാലിൻ്റെ രണ്ട് സൈഡും നമുക്ക് അതിമനോഹരമായി കാണാൻ സാധിക്കും. ഞങ്ങളിങ്ങനെ ആ സ്റ്റെപ്പ് കയറി നമുക്ക് ഇടത് വശത്ത് നോക്കിക്കഴിഞ്ഞാൽ കനാലിൻ്റെ ഭാഗത്ത് കുറേ ബോട്ടുകൾ നിന്നിട്ട് കാണാം. അതുപോലെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. ഈ ബോട്ടുകളിൽ നമുക്ക് യാത്ര നടത്താൻ പറ്റും. അവിടെ ടിക്കറ്റ് എടുത്ത്, കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇതിലൂടെ കനാലിൻ്റെ കാഴ്ച കാണാൻ പറ്റും. നമ്മൾ ജദ്ദാഫിലും ഒക്കെ കാണുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയ വെർഷനാണെന്ന് പറയാം. രണ്ട് സൈഡും കനാലിലും അതുപോലെ തന്നെ കനാലിൻ്റെ രണ്ട് വശത്തായി ഒരു ബിൽഡിംഗ് കോംപ്ലക്സും ഹോട്ടലും ഒക്കെയുള്ള അതിസുന്ദരമായൊരു കാഴ്ചയാണ് അൽ ഖസ്ബയിൽ കാണാനുള്ളത്. ഇവിടെ വൈകുന്നേരങ്ങളിൽ, രാത്രികാലങ്ങളിലൊക്കെ മ്യൂസിക് അതുപോലെ തന്നെ ആർട്ട് ഒക്കെയുള്ള പരിപാടികൾ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഒരു 360 ഡിഗ്രി വ്യൂ ആണ്. അതിവിശാലമൊന്നുമല്ലാത്ത ഒരു പ്ലേ ഗ്രൗണ്ട് കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫൺ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസൊക്കെ അവിടെ ഉണ്ട്. കനാലൊക്കെ വളരെ ക്ലിയറാണ്. മാലിന്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി കൂടിയുണ്ട്. ഇവിടെ ഭാഗത്തുള്ള പല ബ്ലോക്കുകളും ഓപ്പൺ ആവുന്നേ ഉള്ളൂ. കാരണം നമ്മൾ എത്തിയത് ഏകദേശം 9:30 മണിയോടുകൂടിയാണ്. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും തുറക്കുന്നത് 10 മണിക്ക് ശേഷമായിരിക്കും. ചില കഫേകൾ മാത്രമാണ് ഇവിടെ അതിരാവിലെ തുറക്കുന്നതുള്ളത്. ഒത്തിരി കൗണ്ടേഴ്സ് ഉണ്ട് ഇവിടെ. ഫുഡിൻ്റെ കൗണ്ടേഴ്സാണ് മെജോറിറ്റിയും ഉള്ളത്. ഞങ്ങളുടെ കൂടെ വന്ന അറബി, അദ്ദേഹം ചായ കുടിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി ഈന്തപ്പന മരങ്ങൾ കൂടി ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു തണലായി ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഫേകളൊക്കെ വളരെ സ്പേഷ്യസ് ആണ്. ഇവിടെ ധാരാളമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഫാമിലിയോടൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കഫേകളാണ് ഇവിടെ നമുക്ക് അധികവും കാണാൻ പറ്റുന്നത്. അതുപോലെ ചെറിയൊരു ഫൗണ്ടെയിൻ ഉണ്ട്. അതിലൊരു പ്രാവ് വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അങ്ങനെ അൽ ഖസ്ബ ഏകദേശം കണ്ടു. ഇനി നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകാൻ പോകുന്നത്. അൽ മജാസ് വാട്ടർ ഫ്രണ്ട് ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.